നമസ്കാരമുണ്ട് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നിപ്പോ ഞങ്ങൾ നിൽക്കുന്നത് കർണാടകയിലാണ്. കർണാടകയിൽ നമ്മളെ ബെൽത്തങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പൊ ബെൽത്തങ്ങാടി ഞങ്ങളിന്ന് ചാർമാടി ചുരം കയറാൻ പോവാ. അപ്പൊ ഞങ്ങളെ കൂടെ നമ്മളെ കാവേരി അങ്കിളുണ്ട്. അങ്കിളിനെ കൂട്ടിയിട്ടാണ് പോണത്. ചാരമ്പാടി ചുരം കാണാൻ വേണ്ടി പോവാണ്. നല്ല മഴയാണ്. ഇപ്പൊ ഞങ്ങൾ നിൽക്കുന്ന ബെൽത്തങ്ങാടിന്ന് നെടുങ്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രിഡ്ജ് കയറി നിൽക്കുവാണ്. ഭയങ്കര സൗണ്ട് ഉണ്ട്. ചീവീട് കരയുന്നുണ്ട്. ഫുള്ള് ഫോറസ്റ്റ് ആവുന്നുണ്ട്. ഇങ്ങോട്ടെല്ലാം ഫുള്ള് കാടാണ്. അപ്പൊ ചീവീടിന്റെ സൗണ്ട് നന്നായിട്ട് അലക്കുന്നുണ്ട്. എങ്ങനെയാ നമ്മള് പോണേ? നമ്മള് നേരെ ഇപ്പൊ ഇത് ചിക്കമംഗളൂർ റോഡ് പണിതുകൊണ്ടിരിക്കുകയാണ്. ചാരമ്പാടി ചുരത്തിലേക്ക് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ഒരു 16 കിലോമീറ്റർ പോയാൽ ചുരം കയറും. അപ്പൊ നമ്മളെ കാവേരി അങ്കിളിനെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം കാണുമായിരിക്കും. നമ്മള് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കർണാടകയിൽ വന്നിട്ട് നമ്മള് ഒരു വീട്ടില് കാവേരി അങ്കിളിന്റെ വീട്ടിലാന്നൊക്കെ പറഞ്ഞ് ബിരിയാണി എല്ലാം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്കിളിപ്പോ കർണാടകയിൽ വന്നിട്ട് ഒരു 10-15 കൊല്ലം കഴിഞ്ഞു. ഏകദേശം ഒരുപാട് വർഷത്തെ പരിചയം ഉണ്ട് ഇവിടെ. അതെ, ഞാൻ കേളകം കൊട്ടിയിരുന്നാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് 10-15 വർഷമായി. അപ്പൊ എന്നാ പോലെ നമുക്ക് നമ്മളെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടൊക്കെയായിരുന്നേ. ഞങ്ങള് വണ്ടി സൈഡാക്കി ഇങ്ങനെ ഒന്ന് കാഴ്ച കണ്ടിട്ട് എങ്ങനെ പോവാന്ന് വിചാരിച്ചു. ഇപ്പൊ കുറച്ച് മഴ കുറവുണ്ടേ. നല്ലൊരു തെളിച്ചുണ്ട്. എന്നാലും ചെറുതായിട്ട് ചാറുന്നുണ്ട് പൊടിയായിട്ട്. ഇനി പോകുമ്പോ ഇനി ചുരമൊക്കെ കയറുമ്പോ ചിലപ്പോ കോടയൊക്കെ കയറുന്നുണ്ടാവും. ചിലപ്പോ നല്ല വൈബായിരിക്കും. നല്ല രസമുള്ള കാഴ്ചകളൊക്കെ കണ്ട് പോവാം നമുക്ക്. എന്നാ പോവാ. റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നല്ല ഹൈറ്റിൽ 1 മീറ്റർ ഹൈറ്റിൽ ഇത് പൊക്കി മണ്ണിട്ട് 1 മീറ്റർ ഹൈറ്റിൽ കൂടുതൽ പൊക്കിയിട്ടുണ്ട്. ഇത് നേരെ കക്കിഞ്ച ഇവിടുന്ന് ഒരു 9 കിലോമീറ്റർ കക്കിഞ്ച എത്താം. 9 കക്കിഞ്ച ഇപ്പൊ അടുത്തെത്തുന്ന 2 കിലോമീറ്റർ എത്തുമ്പോൾ സോന്തടുക്ക എന്ന സ്ഥലത്താണ്. ഈ സോന്തടുക്കയില് മലയാളിസ് കയറിയിട്ട് 80 കൊല്ലമായി. 80 വർഷമായി ഇവിടെ വന്നിട്ട്. ഇത് മിനി കേരള എന്നാ പറയാ. സോന്തടുക്ക കക്കിഞ്ച പിന്നെ അണിയൂര് എല്ലാം മിനി കേരളം. നിങ്ങൾ ഇവിടെ വന്നിട്ട് എത്ര വർഷമായി? നമ്മൾ വന്നിട്ട് ഞാൻ വന്നിട്ട് 15 വർഷമായി. ഇവിടെ ഒരുവിധ എല്ലാ സ്ഥലങ്ങളൊക്കെ കണ്ടോ? എല്ലാ സ്ഥലങ്ങളും ഉണ്ട്. ഈ 28 ജില്ലയുണ്ട്. 18 ജില്ലയില് കവർ ചെയ്തു. 18 ജില്ല. പിന്നെ കേരളത്തിന്റെ 4 മടങ്ങ് വലുപ്പമുണ്ട് കർണാടകത്തിൽ നിന്ന്. 4.4. ബോർഡ് എടുത്ത് നോക്കിയാൽ അറിയാം. ജനസംഖ്യ കുറവാ, സ്ഥലം കൂടുതലോ. ഇവിടെ ഒരാൾക്ക് ഒരു പരിധിയില്ല സ്ഥലത്തിന് എത്രയാന്ന്. എത്ര ഏക്കർ കയ്യിൽ വെക്കാം. നികുതിയില്ല. സ്ഥലത്തിന് നികുതി അടയ്ക്കണ്ട. എത്ര ഏക്കർ സ്ഥലം കൈവശം വെക്കാം. ഇനിയിപ്പോ അങ്കിളെ വേറെ കാര്യം ഇങ്ങനെ പറയുന്ന കേട്ടു, ബസ്സിലൊക്കെ ലേഡീസിന് പൈസ വേണ്ടാന്ന്, ഫ്രീ യാത്ര. KSRTC ബസ്സില് ആധാർ കാർഡ് മതി. പെണ്ണുങ്ങൾക്ക് ഫ്രീയാ. ആധാർ കാർഡ് കാണിച്ചാൽ മതി. പൈസ ഇല്ല. അത് കർണാടക സ്റ്റേറ്റിൽ മാത്രം. എവിടെ വേണേലും സഞ്ചരിക്കാം. അതിപ്പോ പ്രായപരിധി അങ്ങനെ ഒന്നുമില്ല. ഒന്നുമില്ല. അതേപോലെ തന്നെ റേഷൻ കാർഡുള്ള BPL കാർഡുള്ളവർക്ക് എത്ര അംഗം ഉണ്ടെന്ന് വെച്ചാൽ ഒരാൾക്ക് 5 കിലോ അരി കിട്ടും. ഒരാൾക്ക് 5 കിലോ വെച്ച് കിട്ടും. ഇപ്പൊ 10 കിലോ 2 ആളുണ്ടെങ്കിൽ 10 കിലോ അരി മേടിക്കണമെങ്കിൽ 340 രൂപ ആ കറി മേടിക്കാനുള്ള ചെലവിലേക്ക് പെണ്ണുങ്ങളുടെ അക്കൗണ്ടിൽ വരും. ആ 10 കിലോ അരി മേടിച്ചു കഴിഞ്ഞാൽ 4 ദിവസത്തിനുള്ളിൽ 340 രൂപ അവരുടെ അക്കൗണ്ടിൽ വരും. അത് പെണ്ണുങ്ങളുടെ അക്കൗണ്ടല്ലേ വരുള്ളൂ. പിന്നീട് കർണാടക സർക്കാർ 2000 രൂപ വെച്ച് 2 ശാഖര 2000 രൂപ വെച്ച് ഈ കാർഡുള്ള ഓരോരുത്തർ ഒരു പെണ്ണ് ലേഡീസിന് കൊടുക്കും. 2000 രൂപ. പിന്നെ ഇവിടെ പെൻഷൻ 60 വയസ്സ് കഴിഞ്ഞവർക്ക് പെൻഷൻ കൊടുക്കുന്നത് 1200 രൂപ മാസം. അതെല്ലാം കൃത്യമായിട്ട് ആ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കും. എല്ലാ മാസം കിട്ടും. ഒന്നും വേണ്ട. പിന്നീട് ഈ SLC കഴിഞ്ഞ പിള്ളേർക്ക് പഠിക്കാൻ 3000 രൂപ വെച്ച് ഒരു വർഷം 3000 രൂപ കൊടുക്കും. ഡിഗ്രി കഴിഞ്ഞാൽ അവർക്ക് പണിയായില്ലെങ്കിൽ 3000 വെച്ച് കിട്ടും ഒരു വർഷം. ഇതാണ് ഈ ഏറ്റവും മലയാളിസ്. ഇത് കേരളം തന്നെ, മിനി കേരളം എന്നാ ഇതിന് പറയുന്നത്. സോന്തടുക്ക. ഇതാ ചേട്ടന്മാരുടെ പള്ളി. ഇതാ വലിയ പള്ളിയാ. എത്ര വർഷമായ പള്ളിയാന്നറിയാം. 80 വർഷമായി ഇവിടെ കുടിയേറിയിട്ട്. കർണാടകയിലാണ് ഇപ്പൊ ജീവിക്കാൻ സുഖം അല്ലേ? കേട്ടോ, നല്ലൊരു പള്ളിയുണ്ട് അവിടെ. ഇത് സെന്റ് മേരീസ്.
ഇതൊരു ഒരു 60-70 വർഷത്തോളം ഉണ്ട് പള്ളിയുടെ. എമ്മയുടെ കുടിയേറ്റ കാലത്ത് തന്നെ ഈ പള്ളി സ്ഥാപിച്ച. അന്ന് ചെറിയ പള്ളിയായിരുന്നു, പിന്നീട് ഇപ്പൊ ഇടവക്കാർ ജാസ്തിയായി വലിയ പള്ളിയാക്കി. നിങ്ങൾ ഒരുവിധം എല്ലായിടത്തും കറങ്ങി ഫുള്ള് നല്ല അറിവുണ്ടല്ലോ. പോകാത്ത സ്ഥലങ്ങളില്ല, കാര്യങ്ങളില്ല. 88 ഞാൻ 1 ലക്ഷം രൂപ കൊണ്ട് അന്ന് ഇവിടെ ഞാൻ ഇവിടെ വരുമ്പോ 40 കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ വരുമ്പോ വെറും ഒരു 1000 രൂപ കൊടുത്ത 1 ഏക്കർ സ്ഥലം കിട്ടും. 5 ഏക്കറിന് 5000 രൂപ കൊടുത്താ. ഇവിടെയല്ല, നെല്ലിക്കാറ് കാർക്കള പച്ചുള്ളി. അപ്പൊ ആ ടൈമിൽ അവിടെ വന്നാ അങ്ങനെ ഒത്തിരി ആൾക്കാർ മലയാളീസ് വന്ന് അവിടെ സ്ഥലം എടുക്കുന്നുണ്ട്. 5000 രൂപ കൊടുത്ത് 5 ഏക്കർ എടുക്കും, എന്നിട്ട് റബ്ബർ വെക്കും. റബ്ബർ വെക്കാനൊക്കെ അന്ന് ഭയങ്കര പണിയാ. പ്ലാറ്റ്ഫോം വെട്ടാനൊക്കെ ഈ മരത്തിന്റെ പേര് മരവലേ ഉള്ളൂ. കരസ്ഥലത്ത് ഇവർക്ക് ഒന്നും ചെയ്യാനോ ആവില്ല, വെറുതെ കിടക്കുക. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മലയാളീസ് വന്ന് ഇങ്ങനെ എല്ലാ റബ്ബർ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ ഇവരും റബ്ബർ വെക്കാൻ തുടങ്ങി. അങ്ങനെ ഇപ്പൊ കർണാടകക്കാരുടെ അടുത്താണ് കൂടുതൽ റബ്ബർ. ഈ റബ്ബർ അത് ഉണ്ട്. റബ്ബർ സൊസൈറ്റി പുത്തൂര് പുത്തൂര് ഇതിന്റെ ഓഫീസുണ്ട്, ഫീൽഡ് റബ്ബർ ബോർഡിന്റെ ഓഫീസുണ്ട്. അവര് പഠിപ്പിക്കാനും ടാപ്പിംഗ് എല്ലാം പഠിപ്പിക്കാനും തുടങ്ങി. ടാപ്പിംഗ് എല്ലാം അവർക്ക് സാധാരണ കേരളത്തിലെ പോകണക്ക് തന്നെ പൈസ എല്ലാം കൊടുത്തിട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ റബ്ബർ സൊസൈറ്റി 88 വന്നു നിലവിൽ. ഗുജറാത്ത് റബ്ബർ സൊസൈറ്റി ഏറ്റവും കൂടുതൽ 7 കോടിന്റെ സീറ്റ് വരെ ഒരു ദിവസം കിട്ടും. 40ഓളം അവർക്ക് പിന്നെ ഈ ഇതിന് ബ്രാഞ്ചുണ്ട്. 40 ബ്രാഞ്ചുണ്ട്. 4 സ്റ്റേറ്റിലുണ്ട്. 4 സ്റ്റേറ്റ് എന്ന് പറഞ്ഞാല് ഷിമുഗ, ഇത് സൗത്ത് ആന്ധ്ര, പിന്നെ ഉടുപ്പി, അങ്ങനെ 4 സ്റ്റേറ്റ് അല്ല 4 ജില്ലയിലാട്ടോ, തെറ്റിപ്പോതാ. 4 ജില്ലയില് ഏതാണ്ട് 40 ഏജന്റിന് കൊടുത്തിട്ട് 40 ഇവര് സ്വന്തമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ഒരു ദിവസം ഏതാണ്ട് 7 കോടി രൂപയുടെ ഷീറ്റുകൾ വന്നിട്ടുണ്ട് ഇവിടെ. ഇവിടെ ഈ ഷീറ്റ് കൊണ്ടുവരുന്ന നമ്മൾ വണ്ടി കീഴിൽ വെക്കുക, അവര് പണിക്കാരെടുക്കും. ഇവിടെ അങ്ങനെ കൂലിക്കാരോ മറ്റു തൊഴിലാളികളോ ഒന്നുമില്ല. സ്വന്തമായിട്ട് അവര് കടക്കാരനെ ഒരാളെ 2 ആളെ നിർത്തിയേക്കും. നമ്മൾ സാധനം മേടിച്ചാൽ കടക്കാരൻ കയറ്റി തരും. അങ്ങനെയുള്ളു ഇവിടെ ഇത്രയും ബിസിനസ് നടക്കുന്നത്. അച്ഛാ ഈ ഗുജറാത്ത് ടൗണില് ഏതാണ്ട് 7ഓളം ബാറുണ്ട്. 7 ബാറ്. അത് ഒരു ബാറ് മാത്രം രാത്രി പകല് 11 മണിക്കേ തുറക്കുള്ളൂ. രാത്രി 2 മണി വരെ ഒരു ഉറക്കം കഴിഞ്ഞ് പോയി മദ്യപിക്കുന്നവർക്ക് മദ്യച്ചിട്ട് വരാം. പോലീസുണ്ട്. അത് ഇവിടെ ഇത് ചേരമ്പാടിയല്ലേ, നമ്മുടെ സുഹൃത്തുണ്ട് പോലീസ്. അത് അയാളല്ല, വേറെ ആള്. കഴിഞ്ഞ പ്രാവശ്യത്തെ പുളിയെല്ലാം എന്തായി? നമ്മളെ പുണാർ പുളി ജ്യൂസ് ആക്കി. അത് തീർന്നു. ഞാനിപ്പോ ഈ വർഷം അതൊരു വർഷം കഴിയുമ്പോ തീരൂലേ, അത് ആൾക്കാർക്ക് കൊടുത്തും. പിന്നെ നമ്മള് അവിടെ ഇപ്പൊ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ ഈ ചുരം കഴിഞ്ഞിട്ട് അപ്പുറം എവിടെയാ? ഇത് ഈ ചുരം കയറിയാണ് ചിക്കുബംഗ്ലൂർക്ക് പോകുന്നത്. ചിക്കുബംഗ്ലൂര് മൂടുകര, അടുത്ത ടൗണ് മൂടുകര. മൂടുകര എന്നാർപുരം, സിംഗേരി മഠത്തിലേക്ക് പോകും. അവിടുന്ന് എന്നാർപുരത്തേക്ക് പോകും. എന്നാർപുരം വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സാഗർ പോവാ. സാഗർ ലെഫ്റ്റിലേക്ക് പോയാ. റൈറ്റിലേക്ക് പോയി കഴിഞ്ഞാല് മൂടുകര. മൂടുകരയിൽ നേരെ സകലേശ്വരം വരാം. അസനിലേക്ക് പോകും. അസൻ നേരെ മൈസൂർ, ബാംഗ്ലൂർ. ഇതിലെ റോഡുണ്ട്. ധർമ്മസ്ഥലത്തുനിന്ന് ഇതില് വണ്ടി പോകുന്നുണ്ട് മൈസൂർ ബാംഗ്ലൂർക്ക്. പിന്നെ നേരെ പോകുന്നത് ബാംഗ്ലൂർ. ബാംഗ്ലൂരിൽ നിന്ന് നേരെ ഷിമുഗ. അതിലും എങ്ങോട്ട് വേണമെങ്കിലും അങ്ങോട്ട് പോവാം. ബാംഗ്ലൂർ, മൈസൂർ എല്ലാം പോവാം. ഇതെല്ലാം പണ്ട് ബ്രിട്ടീഷുകാരുണ്ടാക്കിയ ആ പാലം തന്നെ കണ്ടില്ലേ, അപ്പുറത്തെ പാലം 1937 ഇരിട്ടിപ്പാലം ഉണ്ടാക്കുന്ന അതേ ഡേറ്റിൽ ഉണ്ടാക്കിയതാ. അതെ, 1937 ആ പാലം ഉണ്ടാക്കിയതാ. അതൊരു എഞ്ചിനീയർ ലേഡീസ് ആയിരുന്നു. ഒരു സായിപ്പിന്റെ ഭാര്യ അതിന്റെ എഞ്ചിനീയർ. ഈ ഇതിന്റെ മുകളിൽ നിന്ന് ചിക്കുബംഗ്ലൂരിന്ന് കുരുമുളക്, കാപ്പി, ഏലം ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടി, ട്രെയിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സായിപ്പന്മാർ ഉണ്ടാക്കിയ റോഡായത്. ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ഈ ചുരത്തിക്കൂടെ ഉണ്ടാക്കിയല്ല. ഇവിടെ ഇത് 8 ചുരമുണ്ട്. ഈ മുകളോട്ട് കയറി പോകാൻ 8 ചുരമുണ്ട്. ഇവിടുന്ന് മൊത്തം മംഗലാപുരത്തുനിന്ന് 8 ചുരമുണ്ട്. ഒന്നിത് മറ്റേ നെല്ലിയാടി ചുരം, അതിന്റെ അപ്പുറം ഒരു ഗുണ്ടിയ ചുരം മടിക്കേരിയിലേക്ക് വരാൻ. ആ ചുരത്തിൽ കൂടെ പോയിട്ടുണ്ടോ? അതെ, ഗുണ്ടിയ. ഇത് ചാരമ്പാടി ചുരം 3, പിന്നെ ആഗമച്ചുരം 4, ഗുന്താവരം ചുരം 5, പിന്നെ മൂകാംബികന്ന് കുടജാതിരി കയറിയിട്ട് ജീപ്പ് പോകും.
അതൊരു ചുരമുണ്ട് 6. പിന്നെ ഷിമുക ബൽഗാം ഗോവ ഒരു ചുരമുണ്ട്. അങ്ങനെ 8 ചുരം കയറണം ഇത്. ഇതാണ് കക്കിഞ്ച. ചേരമ്പഴി ചുരത്തിലേക്ക് നേരെ ഇത് അണിയൂർക്ക് പോകുന്നു. ഇവിടെയാണ് അണിയൂര് കത്തി ഉണ്ടാക്കുന്ന സ്ഥലം. അതെ ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകണം. ഇത് കക്കിഞ്ച ടൗണ്. ഇവിടെ എല്ലാം മലയാളീസ് ആണ് ഭൂരിഭാഗം. ഫുള്ള് മലയാളം. എല്ലാവർക്കും കടക്കാരനോട് നമ്മൾ അങ്ങോട്ട് കുറച്ച് കന്നഡയിൽ പോയി ചോദിക്കുവാണെങ്കിൽ അവൻ ഇങ്ങോട്ട് മലയാളത്തിൽ പറയും. അപ്പൊ നമുക്കായിരിക്കും ഒരിക്കലും അത് പഠിക്കാൻ പറ്റില്ല കന്നഡ ഫുള്ള്. അല്ല, നിങ്ങൾക്ക് കേരളത്തിലാണോ സുഖം, ഇവിടെയാണോ സുഖം? നമുക്ക് ഇവിടെയല്ല സുഖം. അരിക്ക് വില കുറവ്. 47-48 കൊടുത്ത് നല്ല കുത്തരി കിട്ടും മില്ലിന്ന്. അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്തെല്ലാം കൃഷിയുള്ളവരുണ്ട്. അവര് കൊയ്ത്ത് കഴിഞ്ഞാൽ അരി ഇങ്ങനെ തരും നമുക്ക്. നല്ല കുത്തരി കിട്ടും. പിന്നെ ഈ മീനെല്ലാം വില കുറവ്. മീന് പച്ചക്കറി ഇഷ്ടം പോലെ വരുന്നല്ലേ, ലോഡ് ഇങ്ങനെ ഇഷ്ടം പോലെ. ഇവിടുന്ന് മാംഗ്ലൂര് വരെ മംഗലാപുരത്തേക്ക് എല്ലാം കാസർഗോട്ടേക്കെല്ലാം ഇത് വഴിയല്ലേ വരുന്നേ. പച്ചക്കറി വരും. പച്ചക്കറിക്ക് പിന്നെ ചന്തയുണ്ട് ഇവിടെ ആഴ്ചക്ക്. വെളുത്തങ്ങാടിയിൽ തിങ്കളാഴ്ച ദിവസം സോമവാരം എന്ന് പറയുന്ന തിങ്കളാഴ്ച ദിവസം ചന്തയുണ്ട്. ആ ചന്തയില് ഇന്നലെ ഞങ്ങൾ വന്നപ്പോ കണ്ടായിരുന്നു. റോഡ് സൈഡിൽ കൂടെ ഇഷ്ടം പോലെ ഏത് സാധനം നമുക്ക് വില വേശി മേടിക്കാം, ഇഷ്ടമുള്ള സാധനം. ഇത് ഈ റോഡ് ഇവിടുന്ന് മുടന്തിയാർ വരെ, BC റോഡിന് ഇപ്പറേ മുടന്തിയാർ വരെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക. അങ്ങേ തലേന്ന് ഇങ്ങേ തല വരെ പണിതുകൊണ്ടിരിക്കുക. അല്ല, ഈ റോഡ് ഇപ്പൊ കാണാൻ നോക്കണ്ടല്ലേ? എന്തോ ഇതിപ്പോ ഒരു വർഷം 2 വർഷത്തിനുള്ളിൽ പണി തരും. ഇപ്പൊ ഫുള്ള് ഡ്രെയിനേജാ എടുക്കുന്നത്. വെള്ളം ആദ്യമേ തന്നെ ഈ വെള്ളം അങ്ങോട്ട് ഒഴിവാക്കാന്ന പറഞ്ഞോ. ഈ വെള്ളം കൊണ്ടാണ് ഈ റോഡ് പോകുന്നത്. ഈ വെള്ളത്തിന് ഡ്രെയിനേജാ എടുക്കുന്നത്. അത് ഒരാൾക്ക് കയറി പോകുന്ന ഡ്രെയിനേജ്. അത്ര 1 മീറ്റർ വീതിയില് 1.25 മീറ്റർ ആണെന്ന് തോന്നുന്നു. ഒരാൾ 6 അടി ഹൈറ്റില് എടുക്കുന്നത് ഡ്രെയിനേജ് എടുത്ത് എല്ലായിടത്തും വെള്ളം ചാടിക്കുക. വെള്ളം ഒരിടത്ത് കെട്ടി നിൽക്കാൻ പാടില്ല. റോഡിൽ വരുന്ന വെള്ളം അതിന്റെ എല്ലാ ഹോൾസ് ഇട്ടേച്ച് അതില് കണ്ടില്ലേ പുറത്തേക്ക് പോവാ. ഗേറ്റ് എന്നാ ഇവിടെ പറയാ, ചെക്ക് വാഷ് ഒന്നും പറയില്ല. ഗേറ്റ് പച്ചക്കറി വണ്ടി വരുന്നു. അതിങ്ങനെ രാവിലെ മുതൽ സന്ധ്യ കായ എല്ലാ സാധനം വരും. അത് എത്ര വണ്ടി വരുന്നല്ലോ. ഇത് അങ്ങ് പോകുന്ന കാസർഗോഡ് കാഞ്ഞങ്ങാട് വരെ പോകും. ഇവിടെ പിന്നെ വില കുറവുണ്ട്. കേരളത്തിൽ 100 രൂപ വരും തക്കാളിക്ക് വരുമ്പോ ഇവിടെ ഒരു 30 രൂപ വരും. അത്രേ ഉള്ളൂ. അതല്ലേ ചോരം. അതെ, നല്ല കോട കയറുന്നുണ്ടല്ലോ. കോട കയറുന്നുണ്ട്. അതെ, ഇതിലൊക്കെ പോയിട്ടുണ്ടോ നിങ്ങള്? ഉണ്ട്. കുറെ വട്ടം പോയിട്ടോ? റോഡ് നല്ല ഇതിലെ ഞാൻ 2 പ്രാവശ്യം അത് പോയിട്ട് കുറെ വർഷമായി. പിന്നെ അങ്ങാപ്പുറത്ത് പോയിട്ട് ചുരത്തിന്റെ അവിടം വരെ പോയി. അവിടെ നിന്ന് ജീപ്പേ കയറി പോകും. അതിലെ ഒരു ചുരമുണ്ട്. അത് ജീപ്പ് മാത്രമേ പോകില്ല. ആ മഴക്കാലത്തൊന്നും പോകില്ല. അവിടം വരെ മലയാളീസാ, ഫുള്ള് മലയാളീസാ. ഒരു 3-4 പള്ളിയുണ്ട് മലയാളീസ്, വലിയ പള്ളികൾ എല്ലാം ഫുള്ള് മലയാളീസാ. ചുരം തുടങ്ങാണോ ഇവിടുന്ന്? ആണോ എങ്ങനെയാ തോന്നുന്നുണ്ട്? വണ്ടി കയറുന്ന കണ്ടില്ലേ, കണ്ടോ? അതെ, നിങ്ങൾ ചുരം എന്ന് പറയാൻ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞൊടിഞ്ഞ് അങ്ങനത്തെ ഈ കോഴിക്കോട് നിന്ന് താമരശ്ശേരി ചുരം മുടക്കല്ല. ഇത് കണ്ടില്ലേ, ഇത് ഹൈറ്റിലെത്താൻ കയറി പോന്നെ. ഇവിടെ നിന്ന് 4-5 അടി ഹൈറ്റില്ലേ അങ്ങ് മുകളിലെത്താൻ. ഇവിടെ എത്ര 5 അടി ഹൈറ്റ് എങ്കിലും ഇല്ലേ, അങ്ങനെ കയറി പോകുന്നത്. വലിയ ചുരമല്ല. ഇത് വലിയ ചുരം തന്നെയല്ലേ. എത്ര അടി ഹൈറ്റ് കയറുന്നറിയോ? ചോളം വിൽക്കുന്നുണ്ട്, ചുട്ടാ കൊടുക്കുന്നത്. അങ്ങ് വരെ ഇല്ല. ചുരം തുടങ്ങി. ചുരം തുടങ്ങി. റോഡ് നല്ല റോഡല്ലേ? ചുരത്തിലിപ്പം നല്ല റോഡല്ലേ. ഇപ്പം ഈ പണിയെല്ലാം തീർത്തിട്ട് ഇത് ഇടിയും. 3 വർഷം മുന്നോ 4 വർഷം മുന്നോ ഇടിച്ചിലുണ്ടായിരുന്നു. അപ്പൊ ഇത് ഇടിയുമ്പോ എതിനാണെന്നറിയോ? നെല്ലിയാടിച്ചോരം വിടും. നെല്ലിയാടിച്ചോരം ഇടിഞ്ഞു. അന്നേരം പോയി എവിടുന്ന് വെച്ചാല് മടിക്കേരി വഴി മൈസൂർ ബാംഗ്ലൂർ അപ്പുറത്തേക്ക് കൂടെ ഇട്ടു. ഇത് ഇവിടുത്തെ കണ്ടീഷൻ നോക്കിയല്ലേ, ഈ പുല്ലെല്ലാം വെട്ടി ചുരത്തിന്റെ ക്ലിയർ ആക്കി. കണ്ടോ എന്നാ റോഡാ നോക്കി, കണ്ടോ? നല്ല പച്ചപ്പായില്ലേ? അല്ല, മഴയൊക്കെ പെയ്തിട്ട് നല്ല പച്ചപ്പായി. മറ്റേ ഇതെല്ലാം ഉണങ്ങി നിൽക്കുന്ന സാധനം. ഒരു പ്രാവശ്യം വരുമ്പോ എല്ലാം ഉണങ്ങി നിൽക്കുന്ന സമയം. ഈ ചുരത്തിക്കട വരുമ്പോ നല്ല വണ്ടി കൊണ്ടേ വരാവുള്ളൂ. ഇവിടുന്ന് അങ്ങ് പോകണം. പിന്നെ ഗുജറാത്ത് പോയിട്ട് ഫിറ്ററെ വിളിച്ചോണ്ട് വരാൻ പറ്റും വണ്ടി കേടാൻ.
വണ്ടി കാടായാല് അങ്ങോട്ട് മൂടിക്കര പോണം. ഈ ഇവിടുന്ന് ബേളൂര് മറ്റേ അവിടെ 73 കിലോമീറ്റർ കാണിക്കുന്നു. ബേളൂര് ഹസനിലല്ലേ? അതെ ഹസനില. ഞങ്ങൾ ഇന്ന് അങ്ങോട്ട് പോണെന്നൊക്കെ വിചാരിച്ചാ. ഹസനില സകലേഷ്പുരയിലെ ഒരു കോട്ടയൊക്കെ അല്ലേ? ഉണ്ട്. അതിലെ പോയിട്ട് നേരെ നിങ്ങൾക്ക് അതിലെ വിരായപ്പെട്ട വഴി അങ്ങ് പോകാം തലശ്ശേരി. അല്ല അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല. കാസർഗോഡിനല്ലേ? കാസർഗോഡ് പറഞ്ഞു വിരായപ്പ. അത് തന്നെ വഴി എളുപ്പം. കയറ്റിയ വണ്ടികളാണ് പോണത്. അതെ അതെ. എന്ത് വണ്ടി ഇപ്പൊ അല്ല, രാവിലെ നോക്കണം എത്ര വരുന്നറിയും. രാത്രി ഓട്ടി വരുന്ന വെളുപ്പിന് നേരം വെളുക്കുമ്പോഴത്തേക്കും. ഇത് അവിടെ ചെല്ലുന്ന മൂടിക്കരയിലോട്ടോ? മൂടിക്കര നല്ല തണുപ്പല്ലേ? നല്ല തണുപ്പാ. 69. ഇതെങ്ങോട്ടാ? വേളൂര്. അത് ഐറ്റിന്ന് മുകളിൽ. ഇവിടെ എങ്ങാണ്ടാ കുളിച്ചത് കേട്ടാ. എടുക്കുന്നുണ്ടോ അത്? ചെറിയൊരു വെള്ളച്ചാട്ടം ഉണ്ടല്ലേ? ലക്ഷദ്വീപത്തിന് ഇതിലെയാ നടന്നു വരുന്നത് ആൾക്കാർ ഫുള്ള്. എവിടെ? അങ്ങ് കർണാടകത്തിന്റെ അങ്ങന്ന് വരൂ. ലക്ഷദ്വീപ് എവിടെയാണ്? ധർമ്മസ്ഥലത്ത്. അത് ഒരാഴ്ച ഒരു മാസം മുന്നേ അവര് വീട്ടിൽ നിന്ന് ഇറങ്ങും. ദൂരം കടൂരിൽ നിന്നൊക്കെ ആണെങ്കിൽ ഒരു മാസം മുന്നേ ഇറങ്ങും. ഇവര് ഇറങ്ങുമ്പോ ഒരു ക്യാങ്ങായിട്ട് ഇറങ്ങുന്നത്. നമുക്കൊരു ലോറിയാലായിരിക്കും. ഈ ലോറിയാൽ ഇപ്പൊ ചെറിയ വണ്ടികളൊക്കെ ആണെങ്കിൽ നമുക്ക് ഇത്ര പേർക്ക് അല്ലെങ്കിൽ ഇങ്ങോട്ട് തിരിച്ചു പോരാനുള്ള കണ്ടീഷനില്ല. അവര് തുണി സാധനങ്ങളെല്ലാം ഉണ്ട്. അരി സാധനങ്ങൾ ഫുള്ള് സാധനം, വെള്ളം, ടാങ്ക്, ഗ്യാസ് എല്ലാം ഉണ്ട് ഈ ലോറിയില്. ഇപ്പൊ നമ്മളിപ്പോ ഈ ചുരത്തിന്റെ ഇവിടെ നിന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരിപ്പോ ഒരു 10 മണിക്കാണെങ്കിൽ 2-3 മണിക്കൂർ നടന്നാൽ ഇന്നടുത്ത് എത്തുന്ന വെച്ചാൽ അവിടെ വെച്ചിട്ട് ഇവര് പാചകം ചെയ്യും. 1 മണിയാകുമ്പോ ഭക്ഷണം കഴിക്കും. അവിടുന്ന് പിന്നെ ഓരോ സ്ഥലം അവർക്കറിയാം. അങ്ങനെ എല്ലാം ചെരുപ്പിടാൻ നടന്നു പോകും. വാലെ കടിച്ചിട്ട് ഇങ്ങനെ പോകും. നടന്നിട്ട് ധർമ്മസ്ഥലം വരെ പോകും. ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയാല് അവര് നെല്ലിയാടി ചേർത്തി കൂടെ വരുമായിരുന്നു. പക്ഷെ ഒരു വണ്ടി ഇടിച്ചിട്ട് ബസ് എങ്ങാണ്ട് ഇടിച്ചിട്ട് അന്നത്തെ 12 പേര് മരിച്ചുപോയി. ഇവരിങ്ങനെ ലൈനായിട്ടല്ലേ പോകുന്നത്. അത് പിന്നെ അത് ദൈവകോവ ഇതിലേ വരുള്ളൂ. പിന്നെ എവിടെ നിന്ന് വന്നാലും ഇതിലേ വരുള്ളൂ. ഈ ചോരത്തിൽ കൂടെ ഇറങ്ങി. ഇതെത്ര അടി ഉയരത്തിലെത്തിന്നറിയോ? അല്ലല്ല, ഇതിവിടെ കയറി കഴിഞ്ഞാല് പിന്നെ ലെവൽ അങ്ങോട്ട് പോണം. മുടികര എത്ര കിലോമീറ്റർ അവിടെ ബോർഡ് കണ്ട? 29 കിലോമീറ്റർ. അപ്പൊ ബസ്സൊക്കെ ചുരം ഇറങ്ങി വരുന്ന കണ്ടോ? എന്താ സ്റ്റൈല് അറിയോ? വണ്ടികൾ ഇങ്ങനെ വരിക്ക് വരിക. പച്ചക്കറി, പഴം, പച്ചക്കറി വണ്ടികളൊക്കെ കൊറേ പോണുണ്ട്. കോട നോയിക്ക്, കോട കയറുന്നത്. മഴയും ചാറാൻ തുടങ്ങിയല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് എത്തിയപ്പോ നമ്മള് കൊറേ ഇങ്ങോട്ട് കേറിയല്ലേ? കൊറേക്ക് എത്തി, മുകളിലെത്തി. ഇനി കുറഞ്ഞ ദൂരമുള്ളൂ. നല്ല രസം, നല്ല തണുപ്പ്, തണുത്ത കാലാവസ്ഥയായി. ഫുള്ള് കാടാണ്. ഇരുഭാഗത്ത് 2 സൈഡിലും കാട്. പക്ഷെ മരങ്ങൾ അത്ര ഇല്ല അല്ലേ? വണ്ണമില്ല, വലിയ വണ്ണമുള്ളതില്ല. നമ്മുടെ കേരളം പോണൊക്കെ വണ്ണമുള്ള മരങ്ങളില്ല. താഴോട്ടൊക്കെ വലിയ കൊക്കയാണ്. നമുക്ക് കോടയായിട്ട് കാണാൻ പറ്റുന്നില്ല അല്ലേ? അതെ. മഴ പെയ്യാൻ തുടങ്ങിയല്ലോ. ഇപ്പൊ ഇത് ബാംഗ്ലൂർ പഠിക്കുന്ന പിള്ളേരെല്ലാം വരും. ഇത് 10-15 കൂടിയിട്ട് ബൈക്ക് ഒന്നിച്ചെല്ലാരും ഗ്രൂപ്പായിട്ട് വെച്ചിട്ട് എല്ലാം വരുന്നതാണ്. ഇതിലെങ്ങനെ പോയിട്ട് മംഗലാരം പോയിട്ട് പിന്നെ അവർ നെല്ലിയാടി ചുരം കയറി അങ്ങനെ വരുന്നുണ്ട്. ഇപ്പൊ ഇവിടെ നമ്മക്ക് ഈ കാലാവസ്ഥ ആവൂല. ഇത് മുകളിലോട്ട് പോയാല് ആയി. പിന്നെ ഇങ്ങനെ പിടിക്കണം. തണുത്ത് കറക്കും. എന്നാറുപുരമൊക്കെ പോയി കഴിഞ്ഞാൽ ഈ സമയത്ത് പോയി കഴിഞ്ഞാൽ ചെന്നൈന് മഴ, കട്ടിയുള്ള മഴയില്ല. മഴയും നല്ല തണുപ്പും കോടയായിരിക്കും. ഒരു ബസ് പുറകിന് വരുന്നുണ്ട് ചേട്ടാ. നമുക്ക് വേഗം പോവാം, അല്ലെങ്കിൽ നമ്മളിന്ന് പുറകിലായി പോവും അല്ലേ? വലിയ മരങ്ങളില്ല വർഷങ്ങളായിട്ട്. ഇവിടെ മരം കൊത്താൻ പാടില്ലല്ലോ. പക്ഷെ ആ മരം പൊങ്ങാത്ത എന്താന്ന് വെച്ചാല് ഈ കോടയും കൊണ്ടാ. എപ്പം തണുപ്പല്ലേ, വേനൽക്കാലത്തായാലും. അതുകൊണ്ട ഭയങ്കര ഇടിക്കില്ല. അതൊരു വെള്ളം, ഒരു മണ്ണിന്റെ പ്രത്യേകതയാണോ എന്താന്നറിയില്ല. ഒരു ചുവന്ന മണ്ണ് മുകളില് എല്ലായിടത്തും ഇടിഞ്ഞു പോയി. 4-5 വർഷം മുന്നേ, 4 വർഷം 2018-19 വലിയ മഴ വന്നില്ലേ? ആ ടൈമിൽ ഇവിടുന്ന് മൂടുകര വരെ വണ്ടിയായിരുന്നു. ഇവിടെ ചൊര ഇടിഞ്ഞിട്ട് ബ്ലോക്ക് ആയത്. ഒരു ദിവസം കഴിഞ്ഞാ ബ്ലോക്ക് മാറ്റി വിട്ട്. എല്ലായിടത്തും വെള്ളച്ചാട്ടം ഉണ്ട്. നല്ല ഭംഗിയാണ് എല്ലാം കാണാൻ.
ഉണ്ട് വെള്ളം ചാടുന്നുണ്ട്. അതെ ഇപ്പൊ നമ്മൾ ഏകദേശം ഏറ്റവും ടോപ്പിൽ എത്തിക്കൊണ്ടിരിക്കുകയാണേ. അതെ ചുരം ഇങ്ങനെ കേറി കേറി കൊറേ മുകളിലോട്ടെത്തി. ലോഡും വണ്ടികൾ കൊറേ പോണുണ്ടല്ലോ. എല്ലാ ആ മൂടിക്കെട്ടി പോകുന്ന വണ്ടിയെല്ലാം പച്ചക്കറിയാ. അതെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ പയറ് വർഗ്ഗങ്ങളുള്ള സംസ്ഥാന, ഏറ്റവും കൂടുതൽ കർണാടക. അത് ഏറ്റവും കൂടുതൽ സെയിലാകുന്ന അസനീന്ന് എല്ലാ സ്ഥലത്തേക്കും കയറി പോകുന്നത് ഇന്ത്യയിലേക്ക്. പയറ് വർഗ്ഗങ്ങൾ, കടല, നിലക്കടല. പിന്നെ അസനില് പിന്നെ അസനിൽ ചെന്നാല് കേരളത്തിലെ ലോറി അസനിന്നാണ് നമ്മള് സ്റ്റാർ അരി വരെ പോകുന്നില്ലേ. സ്റ്റാർ അരി, വെല്ലം, പഞ്ചസാര, ഇത് ഫുള്ള് പോകുന്ന അസനിന്ന്. ആ ബസ് തിരിഞ്ഞ് ഇങ്ങോട്ട് വരാൻ കുറച്ച് പണിയാലേ. അവിടെ വലിയ ബസ്സായിട്ട് ബാക്ക് എടുത്താളെ ഈ മഞ്ഞിന്റെ ഇടയ്ക്കൂടെ അങ്ങനെ വരുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ശരി. എന്ത് നല്ല വളവാ. അവിടെയൊക്കെ കോട നിറഞ്ഞിങ്ങനെ കണ്ടോ വളവ് നോക്കി. ഫുള്ള് വളവാ. ലോറി പോകുന്നു. അല്ല ബസ് അവിടുന്ന് ബാക്കോട്ട് എടുക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ. അത്ര ഇതല്ലോ. ഏതും കാണാനില്ല. ഒന്നും കാണുന്നില്ലേ? താഴോട്ട് വലിയ കൊക്കയാണ്, പക്ഷെ ഒന്നും കാണാനില്ല. അയ്യോ, ഇതിപ്പോ വിമാനത്തിൽ കയറിയ പോലെയല്ല, നമ്മള് മേഘങ്ങൾ മാത്രമേ കാണുന്നുള്ളൂ അല്ലേ. അതുപോലെ ഉണ്ട്. വെള്ളം ചാടുന്ന സൗണ്ട് ആണോ കേക്കണേ? നല്ലൊരു സൗണ്ട് ഇറക്കിണ്ടല്ലോ. വെള്ളം ചാടുന്ന അതോ മഴയാണോ? അല്ലല്ല, വെള്ളം ചാടുന്നു. എവിടെയോ നല്ല വെള്ളച്ചാട്ടം ഉണ്ടേ. അടിയുണ്ട്, ഭയങ്കര ചാട്ടം, നല്ല സൗണ്ട് കേക്കാം. ഭയങ്കര സൗണ്ട് ഉണ്ടല്ലോ. വലിയ വെള്ളച്ചാട്ടം കാണുമായിരിക്കും, നമുക്ക് കാണാനിട്ടാവും. ആ കാറ് പോണ വണ്ടികൾ മുഴുവൻ മഞ്ഞിൽ മറിഞ്ഞു പോവുകയാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. അങ്ങോട്ട് നോക്കി ആ വഴി അങ്ങോട്ട് നമ്മൾ പോകുമ്പോ കാണും അവലെ ലൈറ്റൊക്കെ അടിച്ചിങ്ങനെ പോകേണ്ടി വരും. നല്ല വൈബ് സ്ഥലമാണ്. കർണാടകയിൽ വരുന്നവർ എന്തായാലും ഇതുവഴിയൊക്കെ ഒന്ന് വരിക. കാവേരിയങ്കള് ചോളം മേടിക്കാൻ പോണ് കിച്ചുവിനെയും കൂട്ടി. രണ്ടെണ്ണം മേടിക്കാം. എത്ര ದುಡ್ಡು അവര് മസാല ഒക്കെ പരത്തിയിട്ടാണല്ലോ പുഴുങ്ങിയെടുത്തതാണല്ലേ, വേവിച്ച്. പുഴുങ്ങിയതാ. അതെ പിടിച്ചോടാ, പിടിച്ചോ. പോണ്ട, ചൂടുണ്ടോ? രണ്ടെണ്ണേ നമ്മള് മേടിച്ചിട്ടുള്ളേ, അങ്ങ് മതി. വലിയ കായ. കയ്യിലൊക്കെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ അത് പറ്റി. അതെ കുഞ്ഞാക്കി. പിന്നെ നമുക്ക് പോവല്ലേ? വേണ്ട അത് മതി. അത് മതി, അവർക്ക് മതി. നമുക്ക് ഇനി കുറച്ചുകൂടെ പോവല്ലേ? പോയി നോക്കാം കുറച്ചുകൂടെ. വണ്ടികളൊക്കെ ഇഷ്ടം പോലെ പോണ്. നമ്മള് നിർത്തിയ കാരണം അവരും നോക്കുന്നുണ്ട്. നല്ലൊരു വെള്ളച്ചാട്ടം. ഇവിടെ നിർത്താൻ സൗകര്യമില്ലല്ലോ അല്ലേ. വണ്ടി പോണത് അയ്യോ ആണ്ടെ പോണേ, കിച്ചു ആണ്ടെ ഒലിച്ചു പോണ്. ഇത് നോക്കിക്കേ നിങ്ങൾ, എന്താ വൈബ് നോക്കിക്കേ. അത് താടി അടിക്കുന്നു. കുഞ്ഞാവയ്ക്ക് വിറക്കുന്നുണ്ട്. വെള്ളച്ചാട്ടം നോക്കി അതിന്റെ മേളീന്നാ വരുന്നതേ. അപ്പം എല്ലാം അങ്ങോട്ട് നടക്കും. തോർത്തന്നെ കുളിച്ചിട്ട് പോവാ, നല്ല സുഖല്ലേ. അങ്ങോട്ട് നോക്കിക്കേ, അങ്ങ് കാട്ടിന്ന് മേളീന്ന് വരുന്നതേ. വിറക്കുന്നുണ്ടോ? എന്താ രസം. എന്തായാലും ഇതൊക്കെ ഒന്ന് വന്ന് കാണണത്, ഇങ്ങനത്തെ കാഴ്ചകളാണ് വന്ന് കാണേണ്ടത്. അപ്പൊ സ്ഥലം എന്തായാലും മറക്കണ്ട. കർണാടകയിൽ വന്ന ബെൽത്തങ്ങാടിക്ക് എത്തുക, ബെൽത്തങ്ങാടി നേരെ ചാർമാടി ചുരം കയറുക. അത് ഈ ഒരു ടൈമില് ജൂൺ ജൂലൈ മാസം നല്ല മഴയുള്ള ടൈമില് ഇതുപോലെ വെള്ളച്ചാട്ടം കാണുന്നെങ്കിൽ നോക്കിക്കേ എന്ത് ശക്തിയിലാ വരുന്നേ.
ദമ്മ കൂടി വന്നാൽ അറിയോ ആ അങ്ങോട്ട് എടുക്ക്. അങ്ങ് മഴ മുകളിലോട്ട് റോഡിലൊക്കെ ഇറക്കണ്ട വണ്ടി. അതിങ്ങനെ കേറിപ്പോയി നോക്കണം അല്ലേ, നല്ല രസമായിരിക്കും. ഇതൊക്കെ നോക്കി, കല്ലൊക്കെ നോക്കി, എന്താ രസം ഒഴുകി വരുന്നത്. അങ്ങ് മലന്ന് എവിടുന്നോ ആണ് വരുന്നത്. എന്താടാ എന്താ ചെയ്യാ, ഓടി രക്ഷപ്പെടാൻ പറ്റിയെങ്കിൽ വണ്ടി വണ്ടി വരുന്നുണ്ട്. രക്ഷപ്പെടാൻ പറ്റൂല, രക്ഷപ്പെടാൻ പറ്റൂലല്ലോ. വളവായ കാരണം ബസ്സുകള് വണ്ടി വലിയ വണ്ടി വരുമ്പോ കാണുന്നില്ല. അതായത് എരപ്പ്, അവിടെ എരപ്പ് കേട്ടില്ലേ നമ്മ താഴെ നിന്നപ്പോ ഭയങ്കര അലക്കുന്ന സൗണ്ട് കേട്ടില്ലേ? അത് ഈ വെള്ളമെല്ലാം പോയിട്ട് അവിടുന്ന് എവിടുന്ന് ചാടുന്നുണ്ട്. ആ അങ്ങ് താഴെ കൊക്കയിലോട്ട് വീണ സൗണ്ടാ കേട്ടെ. അപ്പൊ ഞങ്ങൾ ഏറ്റവും ടോപ്പിലെത്തിട്ടോ. ഇപ്പൊ വന്നിട്ട് അങ്ങോട്ട് നോക്കി വെള്ളച്ചാട്ടം നമ്മള് നേരത്തെ കുറെ താഴ്ന്ന് കണ്ടായിരുന്നേ, അതിന്റെ കുറെ മുകളിലോട്ട് ഒന്നുകൂടെ കേറി വന്നപ്പോ വലിയ വെള്ളച്ചാട്ടം. കോടയാണ്, റോഡിലൊക്കെ ഇഷ്ടം പോലെ കുരങ്ങന്മാരെല്ലാം നടക്കുന്നതിലെല്ലാം. ഇതാ ഈ സൈഡ് വഴിയൊക്കെ ഇങ്ങോട്ട് വരാ, കാണിച്ചു തരാം. കുരങ്ങന്മാര് ഇതിലെല്ലാം നടക്കുന്നുണ്ട്. കൈപിടി, ഇതുണ്ടോ ഇവിടെ വരണ ഇരിക്കണേ. ഓ ഇതാ അതിലെല്ലാം. കിച്ചുവിന് പേടിയാ, മേത്തോട്ട് ചാടുവോ? അത് നമ്മളെ കണ്ടു പേടിക്കല്ലേ. അത് നോക്കി വണ്ടിയെല്ലാം ഹോൺ അടിച്ച് വരുന്നത്. അത് നോക്കി ആൾക്കാര് തിന്നാൻ കൊടുക്കണുണ്ട് അതിനെല്ലാം. കണ്ടോ എല്ലാരും ഫോട്ടോ എടുക്കണൊക്കെ തിരക്കാണേ. ലോഡ് കണക്കുന്നത് ആ പച്ചക്കറി എല്ലാം പോണാണ്ടോ. നമ്മളെ നാട്ടിലോട്ടൊക്കെ പോണ പച്ചക്കറിയാണത്. അത് നോക്കി വെള്ളം ചാർന്ന് ചാട്ടം കണ്ടോ, എത്ര അങ്ങ് മുകളിൽ കണ്ടോ, മുകളിൽ കാണുന്നില്ല കേട്ടോ. ഐറ്റ് കണ്ടോ, അതിന്റെ മുകളിൽ കണ്ടോ ഐറ്റ്. അതെ അതെ, ഏറ്റവും ടോപ്പിൽ 100 മീറ്റർ ആയിട്ടുണ്ടത്, അത് കാണുന്നില്ല. തിന്നാനുള്ളതല്ല, ക്യാമറയാണ്. അടുത്തോട്ട് കൊണ്ടുപോയി നോക്കി. ഉടുപ്പിലോ? അത് നോക്കി എത്ര ഡേഞ്ചർ ആയിട്ടല്ലേ അവർ അതിൽ കേറി നിക്കണത്. അങ്ങോട്ട് മറിഞ്ഞു വീണെങ്കിലോ? എത്ര വണ്ടികളാണ്, കൊറേ പേരുണ്ട്. അവിടെ നിന്നെങ്ങാണ്ട് ചാടിയിട്ട് കേട്ടോ, ഈ സൗണ്ടാ അവിടെ എങ്ങാണ്ട് പോയിട്ട് ചാടുന്ന സൗണ്ടാ. അങ്ങനെ അതാ കൊക്ക വെള്ളം ഒഴുകി പോണ നോക്കി. കണ്ടോ അങ്ങ് താഴെ. ഇത് നോക്കേ, ഈ ചാടുന്നതിന്റെ മുകളിൽ കണ്ടോ? ആ ഉണ്ട് ഉണ്ട്, ഏറ്റവും മേലെ കണ്ടോ? അവിടെ ചാടിയിട്ടാ പിന്നെ ചാടി വരുന്നു. ഭയങ്കര പേടി. ആ കണ്ടോ കളിക്കണുണ്ടോ, കുഞ്ഞാവേനോട് കളിക്കത് കണ്ടോ? കണ്ടോ നോക്കിക്കട്ടോ, എന്നാ മൈക്ക് പിടിച്ച് ഒന്നുകൂടി കാണിച്ചേ. കണ്ടോ ഒന്നുകൂടി കാണിച്ചേ. അയ്യോ കണ്ടോ തെറിച്ചു വീണു. അവർക്കല്ല അഭ്യാസല്ലേ. പേടിപ്പിക്കുന്നുണ്ട്. അടിക്കരുത്. ഇങ്ങനെ കുറെ രസങ്ങളൊക്കെ ഉണ്ട് ഇവിടെയൊക്കെ വരുമ്പോ. ഇങ്ങനത്തെ കാണാൻ നല്ല രസമാണ്. വണ്ടി വണ്ടി അവിടെ നിർത്തിയിട്ട് എടുക്കുന്നുണ്ടോ? എല്ലാ വണ്ടിന്റെ ഫോട്ടോ എടുത്തു പോലീസുകാരൻ. ചെലപ്പോ ഫൈൻ ഇടുവഞ്ഞേ. ഇത് നോക്കിയാ വല്ലതും കാണാൻ പറ്റണ്ട, ഒന്നും കാണുന്നില്ല കേട്ടോ നമ്മളിവിടെ നിന്നിട്ട്.
വീഡിയോയിലൊക്കെ വല്ലതും കിട്ടുന്നുണ്ടാവോ? ഈ ചുറ്റുപാടിൽ നമ്മളീ നിൽക്കുന്നതിന്റെ അടുത്തുള്ളത് മാത്രമേ നമുക്ക് കാണുള്ളൂ. ഇവിടെയൊക്കെ ഇങ്ങനെ 2-3 മരം ഉള്ളത്. അപ്പുറത്തോട്ട് വലിയൊരു വ്യൂ പോയിന്റാ, വലിയൊരു കൊക്ക. അതൊന്നും കാണാൻ പറ്റുന്നില്ല. കടല് പോലൊക്കെ ഉണ്ട്. ആകാശം താഴെ വന്ന് മുട്ടി. ആകാശം താഴെ വന്ന് മുട്ടിയോണ്ട് ഒന്നും കാണാനില്ല. നല്ല കാറ്റുണ്ട് കേട്ടോ. നല്ല കാറ്റടിക്കുന്നുണ്ട്. ഒന്നും കാണാനില്ല. അങ്ങ് നോക്കി അവിടെ ഒരു മനുഷ്യ ഇതുപോലെ ഫോട്ടോയൊക്കെ എടുക്കണ്ടേ, അതിനൊന്നും കാണുന്നില്ലല്ലോ. അങ്ങോട്ട് നോക്കിയ വണ്ടി വരുന്നത്, ആ ലൈറ്റ് ഒന്നും കാണുന്നല്ല തെളിഞ്ഞ്. എന്താ രസം. നമ്മള് പോവല്ലേന്നാ? വണ്ടി വരുന്നുണ്ട്, നോക്കിട്ട് വാ. താഴെ നമ്മള് ഇതാ ഏറ്റവും അതിന്റെ ടോപ്പ് കേട്ടോ അല്ലേ? അവിടെ കേട്ടോ വ്യത്യാസം വന്നില്ലേ? വെള്ളച്ചാട്ടങ്ങൾ ഉണ്ടല്ലോ അങ്ങനെ മുകളിൽ നിന്ന് കുറച്ച് ചെറുത്. ഇതിനൊരു ഡാമുണ്ട് എവിടെ? താഴെ കക്കഞ്ച. അത് കൃത്യം എനിക്കറിയില്ല എവിടെ കിട്ടും. ബോട്ടില്ല ഡാം കക്കിഞ്ചേലോ? ആർക്കും ഞാൻ അവിടെ പോകാൻ വേണ്ടി 2-3 പേരോട് വെച്ചിട്ടോ ആർക്കും അറിയില്ല. ഇവിടെ മൊത്തം ഇതേപോലെ തന്നെ കേട്ടോ വെള്ളച്ചാട്ടം. ഇതത്ര പോരാ, ചെരിഞ്ഞു വരുന്ന ചെറുതല്ലേ? ഈ ചുരമൊന്നും ഇടിയാതെ നിൽക്കുന്ന ഈ പാറ കാരണം എനിക്ക് തോന്നുന്നു അല്ലേ? ഫുൾ പാറയാ. അത് താഴെ പാറയില്ല. ഒരു പാലല്ലേ? അല്ലല്ല, ഞാനാദ്യം ഇത്ര പാറേന്റെ ഇടയ്ക്ക് ഇടിങ്ങി. ചെറിയ പാലത് പൊടി പാടുവോ? പാലല്ലേ അതങ്ങോട്ട്? അവിടെ പാറേന്റെ ആ പാറേനെ കണ്ട് അത്ര ഉള്ളു റോഡ്. താഴെ ഇടിഞ്ഞ് അതങ്ങനെ ഉണ്ടാക്കി എടുത്തേക്കുന്നതാ. ആ പാറയില് ഇത് തുളയാക്കിയിട്ട് കോൺക്രീറ്റ് ചെയ്തിട്ട് അങ്ങനെ ആക്കി എടുത്തേക്കുന്നത്. അവിടുന്ന് വണ്ടി പോകാതിരിക്കാൻ. പോയാൽ പിന്നെ കിട്ടൂല. അത്ര താഴ്ചയിട്ടത് കണ്ടറിയാം. മരമൊന്നും ഇലയൊന്നും ഇല്ല. ഇത് ഒരു ദേവസ്ഥാനം, ചായക്കട ദേവസ്ഥാനം. ചുരത്തിലെ ദേവസ്ഥാനം. നിങ്ങളാ അങ്ങോട്ട് മുകളിലോട്ട് ഫുള്ള് പാറയല്ലേ? ഫുള്ള് പാറ അടി. ഇവിടെ ಘಾಟಿ ಸ್ಟಾರ್ಟ್ ಅಲ್ಲೇ അങ്ങനെ ഇവിടെ ഒന്ന് പൂജ ആയിട്ട് ഇവിടെ ഒരു 12 ഒന്നും ആവില്ല. കുറെ വണ്ടിയെല്ലാം ഇവിടെ ഇത് ആക്സിഡന്റ് ആയിട്ട് ഒന്നും ഒരു ആൾക്കാർക്ക് ഒന്നും ആയിട്ടില്ല. ഇവിടെ പൂജ കഴിഞ്ഞു പോയിട്ടില്ലേ? ആറ് വന്നാലും ഇവിടെ ഇപ്പൊ വന്നാലേ എല്ലാം വണ്ടി നിർത്തിയിട്ട് ഇവിടെ പ്രസാദമായിട്ട് പോകുന്നു. അപ്പൊ ആര് വന്നാലും ഇവിടെ പൂജ കഴിഞ്ഞിട്ടേ ഒന്ന് കൂറി തൊട്ടിട്ടേ ഒന്ന് പൂജ കഴിഞ്ഞിട്ടേ പോവുള്ളൂ പ്രാർത്ഥിച്ചിട്ടില്ല. ഒരുപാട് വണ്ടികൾ ഇവിടെ ആക്സിഡന്റ് ആയിട്ടുണ്ട്. പിന്നെ ഇത് ഇവിടെ വെള്ളം അത്ര ഇത് നല്ല ഇത് വെള്ളം മല മോളിൽ നിന്ന് പറഞ്ഞു നല്ല ഫ്രഷ് വാട്ടർ വരുന്നത്. കുടിക്കണം. എത്ര ആള് നീര് ഇവിടെ നിന്ന് എടുത്തു പോകുന്നു. വെള്ളം ഇത് മോളിൽ നിന്ന് പറഞ്ഞ വെള്ളം. ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിന്റെ പേര് ഇത് ചർമടി ഘാട്ടി. ഇവിടെ നിന്ന് അവിടെ ഒരു 2 കിലോമീറ്റർ ചിക്കമംഗളൂർ ഡിസ്ട്രിക്ട്. അത് കഴിഞ്ഞാൽ അവിടെ ബെൽത്തങ്കടി മംഗളൂർ ഡിസ്ട്രിക്ട്. നിങ്ങളോട് ഒരുപാട് വർഷമായോ ഇപ്പൊ ഇവിടെ? ഞാനിപ്പോ ഇവിടെ വന്നിട്ട് 15-14 കൊല്ലായി. 14 കൊല്ലായി അല്ലേ? അപ്പൊ ഈ വരുന്ന വണ്ടിക്കാരെല്ലാരും ഇവിടെ ഒന്ന് തൊഴുത് ഒന്ന് കുറി തൊട്ടിട്ടേ പോണുള്ളൂ. എല്ലാരും ഒന്ന് പ്രാർത്ഥിച്ചു പോവേ. മോളെ ഇത് നമ്മൾക്ക് ഞാറാണ് വന്നാല് ഈ ഗാടിയെല്ലാം കിട്ടുകയല്ലേ അവിടെ വന്ന് എറിഞ്ഞിട്ട് പോകും. പൂജ നമ്മളെ പൂജ ആക്കുന്നത്. ഇന്നൊരാളുണ്ട് നമ്മളെ ഇവിടെ. ഇത് ഗവൺമെന്റ് അമ്പല. പിന്നെ അത് ഇതൊരാള് ടെൻഡർ എടുക്കുന്നുണ്ട്. ഗവൺമെന്റ് ഇത്ര പൈസ കെട്ടി ഒരു ടെൻഡർ അതിലെ ശമ്പളം എല്ലാം നമ്മൾ കൊടുക്കണം. ചോറ് ഇതെല്ലാം അവിടെ. ഇവിടുന്ന് അങ്ങോട്ട് പോയാൽ എത്ര കിലോമീറ്റർ പോകണം? ഇത് കൊട്ടിക്കര കിട്ടും. കൊട്ടിക്കര കിട്ടണമെങ്കിൽ എത്ര കിലോമീറ്റർ? 8 കിലോമീറ്റർ. 8 കിലോമീറ്റർ. ഈ ചുരം എത്ര കിലോമീറ്റർ ഉണ്ട്? അങ്ങ് അവിടുന്ന് ചാരപ്പാടി ഇങ്ങോട്ട് എത്ര ഉണ്ട്? ഗേറ്റിന്റെ അവിടുന്ന് 14 കിലോമീറ്റർ. 14 കിലോമീറ്റർ. അത്ര കക്കുഞ്ച ഇവിടെ 16.
ഇത് ഈ എയർപിൻ എത്ര വളവുണ്ടെന്ന് അറിയാം? ഇതാ ആ. ഇത് ഘാട്ടി ടോട്ടൽ 22 കിലോമീറ്റർ. അവിടെ എയർപിൻ ഇങ്ങനെ വളവ് എത്ര? വളവ് 10-12 ഉണ്ട്. 12 അല്ലേ? ആ. ഇത് ഒത്തിരി വർഷമായി ഇവിടെ ഈ ദേവസ്ഥാനം? ഇത് ഞാൻ വന്ന മുമ്പിലുണ്ട്. ഇത് ഒരു 90-100 വർഷം. അപ്പൊ കൊറേ നാളുകൾക്ക് ശേഷം അങ്കിളിന്റെ കൂടെ കിട്ടിയ നല്ലൊരു എൻജോയ്മെന്റ് ആയിട്ട് നല്ലൊരു യാത്രയാണ് ഇന്ന് അല്ലേ? അതെ അതെ. പിള്ളേർക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമായി ഇന്നത്തെ നമ്മളെ കാഴ്ചകളും. വിറക്കണുണ്ടോ? അപ്പൊ എന്തായാലും നമുക്ക് എന്താ പറയാ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ബൈ.